നമസ്കാരം. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളുടെ മികവുകൾ പങ്കുവയ്ക്കുന്ന വിദ്യാഭ്യാസ റിയാലിറ്റി ഷോ കൈറ്റ് ഹരിത വിദ്യാലയം 4.0യിലേക്ക് ഏവർക്കും സ്വാഗതം. കുട്ടികളിൽ നേതൃപാടവത്തെ പ്രോത്സാഹിപ്പിക്കാനായി എല്ലാവരും നായകർ എന്ന ആശയവുമായി പ്രവർത്തിക്കുന്ന മലപ്പുറം മൂർക്കനാട് ഗവൺമെന്റ് UP സ്കൂൾ. കൂടുതൽ അറിയാം സ്കൂൾ വിശേഷങ്ങൾ. സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം മലപ്പുറം മൂർക്കനാട് ഗവൺമെന്റ് UP സ്കൂൾ. ഇടും. എന്നിട്ട് അത് കുറച്ചു നേരം കഴിഞ്ഞാൽ നമുക്ക് അതിൽ ആ മണ്ണുങ്കട്ടൻ്റെ ചുറ്റും നോക്കി കഴിഞ്ഞാൽ കുറേ എയർ ബബിൾസ് കാണാൻ പറ്റും. അപ്പൊ ഞാൻ അത് മനസ്സിലാക്കി മണ്ണിൽ എയർ ഉണ്ട് എന്ന്. പിന്നെ വേറൊന്നാണ് പഠിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് BS താപം നിത്യജീവിതത്തിൽ എന്ന് പറഞ്ഞ 7ാം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത്. അപ്പം താപം നിത്യജീവിതത്തിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാഠമുണ്ട്. അതിൽ ഈ ലാസ്റ്റ് പോർഷനില് കടൽക്കാറ്റിനെയും കരക്കാറ്റിനെയും കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പം ടീച്ചർ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് കടൽക്കാറ്റ്, എന്താണ് കരക്കാറ്റ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് അത് മനസ്സിലാകുന്നില്ല. കുറെ ടീച്ചർ പറഞ്ഞപ്പോഴും അത് എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ളൊരു ധാരണ നമുക്ക് മനസ്സിലായി. പക്ഷെ എക്സാമിനൊക്കെ എഴുതണമെങ്കിൽ അത് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണല്ലോ. അപ്പൊ ആ സമയത്ത് മനസ്സിലായില്ല. അത് ഈ എന്താ ഗ്ലോബ് ഭൂമിശാസ്ത്രം പഠിക്കാൻ സഹായം അല്ലേ? ഭൂമിശാസ്ത്രം ഗ്ലോബിലാണെങ്കിൽ നമുക്ക് എല്ലാം കാണാം, പക്ഷെ വലുതാക്കി കാണാൻ പറ്റില്ല. അപ്പൊ ഈ പുസ്തകത്തിൽ എന്താണ് മാർബിളിനെ പറ്റിയിട്ട്? മാർബിളിന് കുറെ എന്താ അതെങ്ങനെ യൂസ് ചെയ്യേണ്ടതാണ് അധികം പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഒരു കാര്യം കൂടി ചോദിക്കാം. ഇതിൽ ആരൊരു വയർമാൻ ഉള്ളത്? ഇലക്ട്രീഷ്യൻ. എങ്ങനെ പഠിച്ച വയറിംഗ് ഒക്കെ? എന്റെ ഉപ്പാന്റെ അടുത്ത് നിന്നാണ് ഞാൻ വയറിംഗ് പഠിച്ചിട്ടുള്ളത്. എന്റെ ഉപ്പാക്ക് ambition in childhood. My ambition in childhood. Okay. My ambition was to become a teacher. And I started as a teacher, but then ഈ കമ്പ്യൂട്ടർ ലാബ് മാത്രം എന്താണ് മനസ്സിൽ വരുന്നത്? അല്ല, ഞാൻ അടുത്ത് പറയാൻ പോകുന്നുള്ളൂ. അതോട് സമാന്തരമായിട്ട് സയൻസ് ലാബ് ഇപ്പോൾ ഒരു ക്ലാസ് റൂമിന്റെ പകുതി ഭാഗത്താണ് സയൻസ് ലാബ് ഉള്ളത്. സയൻസ് ലാബ് വേറെ ചെയ്യണം, അതുപോലെ മാത്തമെറ്റിക്സ് ലാബ് ചെയ്യണം, സാമൂഹ്യ ശാസ്ത്ര ലാബ് ചെയ്യണം. ഇനി അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇതിന്റെ ഭാഗമായി തീരുമാനിച്ചത് അടുത്ത വർഷം റൂം അവൈലബിൾ ആകുന്നില്ലെങ്കിൽ നമുക്കുള്ള ഒരു ക്ലാസ് റൂം ഗണിത ലാബിലായിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് ഉപയോഗപ്പെടുത്താൻ ഉദ്ദേശിച്ചു. ഓക്കെ, നിങ്ങളുടെ ഏതായാലും നാട്ടുകാർ കൊടുക്കുന്ന പിന്തുണയാണ് ഞങ്ങളെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു നേട്ടത്തിലേക്ക് ഞങ്ങൾക്ക് എത്താൻ കഴിഞ്ഞത്. ഇനിയും ഒരുപാട് ഞങ്ങൾക്ക് ചെയ്യാനുണ്ട്, പല കാര്യങ്ങളും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ശാസ്ത്രം സാംസ്കാരം. താങ്ക് യു സർ. മധുരതരമായ ബാല്യത്തെ കളിയും ചിരിയും പഠനവും ചേർത്ത് ഉത്സവമാക്കി മാറ്റുന്ന GUPS മൂർക്കനാടിന്റെ വിശേഷങ്ങൾ നാം കേട്ട് കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു? എല്ലാ സ്കൂൾ വിശേഷങ്ങളും നമ്മുടെ മെന്റേഴ്സിനോട് പറഞ്ഞു കൊടുത്തോ? അതെ, എല്ലാം പറഞ്ഞു കൊടുത്തല്ലേ? ഇനി നിങ്ങൾക്ക് എത്ര സ്കോറാണ് ലഭിച്ചതെന്ന് അറിയണ്ടേ? നമുക്ക് നോക്കാം GUPS മൂർക്കനാടിന് ലഭിച്ച സ്കോർ. 90.